ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ കത്രിക എന്നൊരു ആരോപണം ഉന്നയിച്ച് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ആരോഗ്യമന്ത്രി പറഞ്ഞു ആ കത്രിക ഒടുങ്ങിയത് 2017 21 എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല വിമർശിക്കേണ്ടത്, ശൈല ടീച്ചറെയാണ് വിമർശിക്കേണ്ടത് എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അപ്പോ ഇതിന്റെ പ്രശ്നം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ നേർചിത്രമാണ് ഇവിടെ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പോയാൽ അവിടെ വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല, അത് യാഥാർത്ഥ്യമാണ് ആണല്ലോ. ഡോക്ടർമാർ ഇപ്പൊ ഡോക്ടർ ഹാരിസ് വളരെ മികച്ച ഡോക്ടറാണ് എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി തന്നെയാണ്. താനീ വട്ടിന്റെ കസിനാണെന്നല്ലേ പറഞ്ഞേ? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഹാരിസ് ഡോക്ടറാണ് പറഞ്ഞത് ഇവിടെ വേണ്ടത്ര ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങളില്ല, ഇവിടെ വേണ്ടത്ര മരുന്നുകളില്ല. തന്നെ പറഞ്ഞ ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല ഡോക്ടർ എന്ന് ക്രെഡിറ്റ് കൊടുത്തൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അപ്പൊ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, എന്റെ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഡോക്ടറുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കണ്ടേ? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എടുത്ത ഫോട്ടോയാ അന്നത് എന്തിനെടുത്ത്? അപ്പൊ അതല്ലേ ഞാൻ വിശ്വസിച്ചത്. അങ്ങനെ ഈ കേരളത്തിലുടനീളം എത്രമാത്രം വിഷയങ്ങളാണ് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. വിഷയം ഉണ്ടാകുമ്പോൾ ഒരു സമരം ചെയ്യുന്നതാണോ വിഷയം? 100% ഞാൻ യോജിക്കുന്നു. അല്ലെങ്കിൽ കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോഴേക്കും ആക്രമിച്ചു എന്ന എന്താ പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചു. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോത്സ്യം പറഞ്ഞേ.